ഹായ് ഹലോ. പതിവ് പോലെ ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി നല്ല പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാൻ സാധിച്ചില്ല. ഇന്നെങ്കിലും ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഒരു 5:30-ക്കാണ് എണീറ്റത്. പക്ഷെ അതേപോലെ തിരിച്ചു കടന്നു. കാരണം ബോഡി മൊത്തം പെയിനാണ്, എണീറ്റ് നിൽക്കാനേ പറ്റുന്നില്ല. ഹെഡൊക്കെ ഫുള്ളും എന്തോ വലിയൊരു വെയിറ്റ് പോലെ എനിക്ക് തോന്നുന്നു. നല്ല മൈഗ്രെയിൻ ഉണ്ട്, കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല. മഴയായതാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ടുള്ളൊരു ഫീവർ ആയിരുന്നു. ഈ വീക്കിലെ മോഷൻ ആൻഡ് 2 ഡയമെൻഷനും റിഡോക്സും അതേപോലെ തന്നെ ബ്രീത്തിങ് ഒക്കെ എനിക്ക് പെൻഡിങ് ആയി. അങ്ങനെ ഞാൻ 10 മണിക്കാണ് ഞാൻ എണീറ്റത്. പിന്നെ ആ ഒരു 5:30-ക്ക് കിടത്ത് ഞാൻ എണീറ്റത് 10-10-നാണ്. സോ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ബ്രീത്തിങ് കംപ്ലീറ്റ് ചെയ്യാന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊരു ഉഷാർ കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വായിക്കും, NCERT ഒന്ന് റീഡ് ചെയ്യും, ഷോർട്ട് നോട്ടൊക്കെ എടുത്ത് വായിക്കും, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാറുണ്ട്, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നുണ്ട്. അതേപോലെ ബെഡിലേക്ക് വീണ്ടും പോകും. അപ്പോൾ ഇങ്ങനെ മാറി മാറി അങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി എനിക്ക് ബ്രീത്തിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി രാവിലെ. ഞാൻ നിങ്ങളോട് പറയാറുണ്ട് പെൻഡിങ്ങിൽ വെക്കല്ലേന്ന്. അങ്ങനെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പെൻഡിങ് ആയി. ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു 10-ൽ കൂടുതൽ ക്ലാസ് കാണാനുണ്ടാവും. റിഡോക്സും അതുപോലെ തന്നെ മോഷൻ ആൻഡ് 2 ഡയമെൻഷനൊക്കെ ചേർത്ത്. ഞാൻ ബയോളജിന്റെ ക്ലാസ് കാണാറില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഏകദേശം 10-11 ക്ലാസ്സുകളോളം എനിക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. ഇതിപ്പോ എന്ത് ചെയ്യും എന്നുള്ളത് നോ ഐഡിയ. ഫുൾ ടെൻസ്ഡ് ആണ് ഇപ്പോൾ. ഞാൻ എൻ്റെ മിസ്സിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് പനിയാണ്, ഒന്നും പറ്റുന്നില്ല, ആകെ ടയേർഡായി കിടക്കുവാണ്, ക്ലാസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മിസ്സിനും പനിയാണ്. മിസ് പറഞ്ഞ് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് എടുക്കാണ്ട് പഠിക്കുന്ന സമയത്ത് പകുതി റെസ്റ്റ് എടുത്ത് പനി മുഴുവനായിട്ട് പോവില്ല. അപ്പോൾ മുഴുവനായിട്ട് റെസ്റ്റ് എടുത്ത് അത് കംപ്ലീറ്റ് അതിനെ പോകാൻ അനുവദിക്കുക. നമ്മുടെ ബോഡിയിൽ നിന്ന് വിട്ടു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു പനി വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പനി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് മിസ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് ഗുളികയൊക്കെ കഴിക്കാനുണ്ട്. ഈ ഗുളിക കഴിക്കുന്നതിനോളം എനിക്ക് അത്രയും ചടപ്പുള്ളൊരു പണി എനിക്ക് ഇല്ല. ഒട്ടും എനിക്ക് ഇഷ്ടമല്ല ഗുളിക കഴിക്കാൻ വേണ്ടി. ആ ഗുളികേനേക്കാളും കൂടുതൽ എനിക്ക് അതിൻ്റെ കൂടെ മിഠായി വേണം. ഞാനിവിടെ മെൻഡോസ് വാങ്ങിയിട്ട് 2 ഗുളികയേ ഉള്ളൂ, 3-4 മെൻഡോസ് കഴിക്കും. പിന്നെ ഈ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 3 months ബാക്ക് എനിക്ക് ടൈഫോയിഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രം വന്നതാണ്. കാരണം ഞാൻ പുറത്തെ ഫുഡൊക്കെ ഇങ്ങനെ അടിച്ചങ്ങ് കയറ്റും. അപ്പം അങ്ങനെ ടൈഫോയിഡ് വന്ന് ഞാൻ ഏകദേശം 1 മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ആന്റിബയോട്ടിക്സ് എടുക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഈ ടൈഫോയിഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ കിടത്തി മാറ്റുന്ന ഒരു ഡിസീസ് ആണല്ലോ. അപ്പോൾ പക്ഷെ എനിക്ക് അതിനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. കാരണം നീറ്റ് പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു, അത് കഴിഞ്ഞ വർഷത്തെ നീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഡെയിലി വരാം ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് അത് മാറ്റിയെടുത്തതാണ്. സോ ബി സേഫ്, നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. ആൻഡ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കാരണം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. ഇനി അങ്ങോട്ട് ഇതേപോലെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്സ് പെൻഡിങ് ആവും, എക്സാം എല്ലാം കൊള്ളാവും. അതുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അതും നമുക്ക് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാത്ത ആഗ്രഹങ്ങൾ മാത്രം സാധിക്കാമെന്ന് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ്. And finally, we have only 286 days for NEET 2026. And be careful. കറക്റ്റ് മുന്നോട്ട് പോവുക. എങ്ങനെ എനിക്ക് മോട്ടിവേഷൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ ആകെ ഒരു ടെൻഷൻ വന്നിട്ട് അങ്ങ് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എനിക്ക് ഓരോ ഡേയും ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ തന്നെയാണല്ലോ ഇതിങ്ങനെ മാറ്റി എഴുതുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ എന്താ അതിൽ പറയുന്നത് എനിക്കറിയില്ല. ഒരു അടിവയറ്റിൽ നിന്ന് എന്തോ ഒരു ആളലാണ്, എന്തോ ഒന്ന് പറന്നു പോകും പോലെ തോന്നുന്നു എനിക്ക്. അങ്ങനെ എക്സാം ഞാൻ എഴുതി. ഞാൻ കിടന്നുകൊണ്ടാണ് എക്സാം എഴുതിയത്. കാരണം എനിക്ക് സ്ക്രീനിലോട്ട് ഒട്ടും നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഗ്ലാസ് വെച്ചിട്ടും എനിക്ക് സ്ക്രീനിലോട്ട് നോക്കാൻ പറ്റുന്നില്ല, തലവേദന എടുത്തിട്ട് നിൽക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ കിടന്നുകൊണ്ട് എക്സാം എഴുതി. ബയോളജി മാത്രമാണ് ഞാൻ വായിച്ചിട്ടൊന്ന് എഴുതിയത്, ബാക്കിയൊന്നും ഞാൻ നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മ എനിക്ക് ചൂടുവെള്ളം വെച്ച് തന്ന് ആ ചൂടുവെള്ളത്തിലുള്ള ആ ഒരു കുളിയും ആ ചൂട് ചായയൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഉഷാർ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാ ക്ലാസ് കണ്ടേക്കാം. കാരണം ഓൾറെഡി ഒത്തിരി പെൻഡിങ് ഉണ്ട്. നമുക്ക് കുറച്ചെങ്കിലും ബോഡി റിലാക്സ് ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് പനി മാറി വരുമ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുവാണ്. അപ്പം അങ്ങനെ ഞാൻ റിഡോക്സിൻ്റെ ഒരു ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ കുറേ ദിവസമായി പുറം ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പം ഞാൻ പുറത്ത് ഇറങ്ങി ടെറസിൽ പോയി പതിവ് പോലെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്, ബോറടിക്കുന്നുണ്ടാവും എന്നറിയാം. എന്നാലും എനിക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല കാണിക്കാൻ വേണ്ടി. അപ്പോൾ ടെറസിലൊക്കെ പോയി ഒന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് പുറം ലോകമൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ഇല്ല. കാരണം എപ്പോഴും കാണുന്നതല്ലേ ഇതൊക്കെ. അപ്പൊ അങ്ങനെ പുറത്തൊക്കെ പോയി എന്റെ മുഖം കണ്ട പനി ഇല്ലാത്തതുപോലെയൊക്കെ തോന്നാം, പക്ഷെ അത് വെറും തോന്നല് മാത്രമാണ്.
പിന്നെ ഞാൻ താഴോട്ടേക്ക് വന്നു കേട്ടോ. അവിടുത്തെ വായ്നോട്ടവും വണ്ടിയൊക്കെ നോക്കിയിട്ട് താഴോട്ട് വന്ന് ക്ലാസ് കേട്ടു. അപ്പൊ നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ NCERT ടെക്സ്റ്റ്. പിന്നെ ഓൾറെഡി എനിക്ക് റിഡോക്സിന്റെ നോട്ട്സ് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് എന്റെ കയ്യിലുണ്ട്. അതായത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി, ബയോളജി, എല്ലാത്തിന്റെയും നോട്ട്സ് എന്റെ കയ്യിലുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് നോട്ട്സ് എഴുതേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്ന് ഉള്ള ഒരു വലിയൊരു സമാധാനം എനിക്കുണ്ട്. അപ്പോൾ നോട്ട്സ് ജസ്റ്റ് ഒന്ന് ക്ലാസ് കേൾക്കുമ്പോൾ ആ നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ റിവൈസ് ചെയ്യാം. അതായത് നമുക്കൊന്നും കൂടെ റിവിഷൻ പോലെ ആവുമല്ലോ, ഇനി നോട്ട് എക്സ്ട്രാ എഴുതണ്ടല്ലോ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇയറിലെ വീഡിയോ ക്ലാസ് ആണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ അത് കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്രാവശ്യം എടുക്കുന്ന ആ ഒരു സാറിന്റെ ക്ലാസ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നല്ല, സുമേഷ് സാർ എടുക്കുന്നത് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു വേ ഓഫ് ക്യാപ്ചറിങ്ങിൽ എനിക്കത് അദ്ദേഹം പറയുന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ക്ലാസ് കാണുന്നതേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ കണ്ടന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റെസ്പോൺസ് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വ്യൂസിന് അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. So thank you.